വാർത്തകൾ തുടരുന്നു. അനധികൃത മണൽക്കടത്തിന് പിടികൂടിയ വാഹനങ്ങൾ ഉൾപ്പെടെ ബേപ്പൂർ പോലീസ് പിടികൂടിയ 30ഓളം വാഹനങ്ങൾ കാടുകയറി നശിക്കുന്നു. മിനി ലോറി, ഗുഡ്സ് ഓട്ടോ, ബൈക്ക് എന്നിവയാണ് ലേലം ചെയ്യാൻ പോലും പറ്റാതെ അനാഥമായി കിടക്കുന്നത്. വിവിധ കേസുകളിൽ ബേപ്പൂർ പോലീസ് പിടികൂടിയ 30ഓളം വാഹനങ്ങൾ കാടുകയറി നശിക്കുന്നു. അനധികൃത മണൽക്കടത്തിന് പിടികൂടിയ വാഹനങ്ങളാണ് ഇതിൽ ഏറെയുമുള്ളത്. മിനി ലോറി, ഗുഡ്സ് ഓട്ടോ, ബൈക്ക് എന്നിവയാണ് ബേപ്പൂർ സ്റ്റേഷന് മുൻപിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇവ നിർത്തിയിട്ട പ്രദേശമാകെ കാട് പടർന്നു പന്തലിച്ചിട്ടുണ്ട്. ഇതുമൂലം സ്റ്റേഷനിൽ ഇഴജന്തുക്കളുടെ ഭീഷണിയുമുണ്ട്. തുറമുഖത്തേക്ക് വെള്ളമെടുക്കുന്ന കിണറിന് തൊട്ടടുത്തായാണ് വാഹനങ്ങൾ കാടുകയറിയത്. പല വാഹനങ്ങളും തുരുമ്പെടുത്ത് ആക്രിക്കടക്കാർക്ക് പോലും എടുക്കാത്ത നിലയിലാണ്. കേസുകളിൽ തീർപ്പുണ്ടാക്കാത്തതിനാൽ ഇവ ലേലം ചെയ്ത് വിൽക്കാനും പറ്റുന്നില്ല. മഴയും വെയിലുമേറ്റ് മിക്ക വാഹനങ്ങളുടെയും എഞ്ചിനും ബോഡിയും ഉപയോഗശൂന്യമായിട്ടുണ്ട്. ഇപ്പോൾ പിടികൂടുന്ന വാഹനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സ്റ്റേഷനിൽ സൗകര്യമില്ല. ഇത് പോലീസുകാർക്ക് തലവേദനയാണ്. കേസുകളിൽ പിടിക്കപ്പെടുന്ന വാഹനങ്ങൾ ചാത്തമംഗലത്തെ യാർഡിലേക്ക് മാറ്റണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ചാത്തമംഗലം യാർഡും വാഹനങ്ങളാൽ നിറഞ്ഞു. ഇതോടെയാണ് പോലീസ് സ്റ്റേഷൻ വാഹനങ്ങളുടെ ശവപ്പറമ്പായത്. മണൽക്കടത്തിലേർപ്പെട്ട വാഹനങ്ങൾ കോടതിയിൽ പിഴയടച്ചു കൊണ്ടുപോകാമത്രേ. കേസ് നടപടി നീളുന്നതിനാൽ ഇതും നടക്കുന്നില്ല. പിടികൂടിയ വാഹനങ്ങളിൽ പലതും ശരിയായ രേഖകൾ ഉണ്ടാകാറില്ല. ഇതിനാലാണ് പിഴയടച്ച് വാഹനം കൊണ്ടുപോകാൻ ഉടമകൾ തയ്യാറാകാത്തത്. കേസുകളിൽ വിധിയായാൽ പോലും വാഹനങ്ങൾ എടുക്കാൻ ആളെത്താത്ത പ്രശ്നവുമുണ്ട്.